മൊബൈലിന്റെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീർന്നു പോകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. മൊബൈലിന്റെ സെറ്റിംഗ്സിൽ തന്നെ അതിൻ്റെതായ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി വീഡിയോ ചെയ്തതാണ്. ഒരുപാട് ആളുകൾ നല്ല സപ്പോർട്ടായിരുന്നു ആ വീഡിയോക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ മൊബൈലിന്റെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീർന്നു പോകാൻ കാരണക്കാരാകുന്ന വില്ലനെ കൂടി നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെതായ സെറ്റിംഗ്സുകൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. എവിടെയാണ് ആ സെറ്റിംഗ്സ് ഉള്ളത്, എങ്ങനെ ഇതൊക്കെ കണ്ടുപിടിക്കാം, എങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്യാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് മൊബൈലിലെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബാറ്ററി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിൽ തന്നെ പവർ സേവിംഗ് മോഡ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് എനബിൾ അല്ല എങ്കിൽ അതൊന്ന് എനബിൾ ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് യൂസേജ് ലിമിറ്റ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് പുട്ട് അൺയൂസ്ഡ് ആപ്സ് ടു സ്ലീപ്പ് എന്ന ഭാഗം ഓൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഇത്രയും കാര്യം ചെയ്തതിന് ശേഷം ഇവിടെ വലതുവശത്തെ മുകളിൽ ഒരു 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അഡാപ്റ്റീവ് ബാറ്ററി എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഓഫിലാണെങ്കിൽ അതും നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ എഴുതിയതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും എക്സ്റ്റെൻഡ് ബാറ്ററി ലൈഫ് ബേസ്ഡ് ഓൺ യുവർ ഫോൺ യൂസേജ് എന്ന്. ഓക്കെ, ഇത് നിർബന്ധമായിട്ടും നിങ്ങളുടെ മൊബൈലിൽ ഓണിൽ വെക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. ഒന്നുകൂടി ബാക്ക് വന്നതിന് ശേഷം ഇവിടെ ബാറ്ററി പ്രൊട്ടക്ഷൻ എന്ന ഭാഗം നിങ്ങൾ എനബിൾ ചെയ്ത് വെക്കുക. ഇവിടെ ആ ഒരു എഴുത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ബേസിക് എന്ന ഭാഗം തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. 3 ഓപ്ഷൻ ഉണ്ട്, അതിൽ ബേസിക് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞതാണ്. ആ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുക. ഇവിടെ 100% ചാർജ് ആയതിനു ശേഷം 30%ത്തിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ എന്താണ് കാരണം എന്ന് ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ബാറ്ററി യൂസേജ് എന്ന ഓപ്ഷനിൽ ഏറ്റവും മുകളിൽ ഏതാണ് ആപ്ലിക്കേഷൻ. എൻ്റെ മൊബൈലിൽ ക്യാമറ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. വ്യൂ ഡീറ്റെയിൽസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ എല്ലാ ആപ്ലിക്കേഷനും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ കാണുന്ന ആപ്ലിക്കേഷൻ തന്നെയാണ് ശരിക്കും വില്ലൻ. ഓക്കെ, ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ക്യാമറയും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമുമാണ്. അതാണ് എനിക്കിവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ മൊബൈലിൽ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ആയിരിക്കും കാണിക്കുക. അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ ബാറ്ററി യൂസ് ആകുന്ന ആപ്ലിക്കേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷനിൽ ചെറിയൊരു മാറ്റം നമുക്ക് വരുത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്ന അല്ലെങ്കിൽ കോളുകൾ വരുന്ന ആപ്ലിക്കേഷൻ അങ്ങനെ ചെയ്യരുത് കേട്ടോ, പ്രത്യേകിച്ചും വാട്സാപ്പ് പോലുള്ള ആപ്ലിക്കേഷനിൽ. അതല്ലാത്ത ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഇതുപോലെ ഏറ്റവും മുകളിൽ കാണുന്നെങ്കിൽ ആ ആപ്ലിക്കേഷനിൽ ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം ഐ ബട്ടൺ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ സെറ്റിംഗ്സിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ മൊബൈൽ ഡാറ്റ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ കാണാം ഫോർഗ്രൗണ്ട് എത്രത്തോളം ഡാറ്റ യൂസ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് എത്രത്തോളം ഡാറ്റ യൂസ് ആയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അലോ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ യൂസേജ് എന്ന ഭാഗം എനബിൾ ആണെങ്കിൽ അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇത് എല്ലാ ആപ്ലിക്കേഷനിലും ചെയ്യരുത് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വാട്സാപ്പ് പോലുള്ള സ്ഥിരമായിട്ട് കോളും അതുപോലെ തന്നെ മെസ്സേജും വരുന്ന ആപ്ലിക്കേഷനിൽ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇങ്ങനെ നിങ്ങളുടെ മൊബൈലിൽ ഏറ്റവും കൂടുതൽ ബാറ്ററി യൂസ് ആകുന്ന ആപ്ലിക്കേഷൻ ഇതുപോലെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആകുകയില്ല. അതിലൂടെ നമുക്ക് ബാറ്ററി ചാർജ് ഒരുപാട് ലാഭിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മൊബൈൽ ഡാറ്റയും ഒരുപാട് ലാഭിക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലും ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക. ഇതുപോലെ ഏറ്റവും കൂടുതൽ ബാറ്ററിയും അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഡാറ്റയും യൂസ് ആകുന്ന ആപ്ലിക്കേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഇതുപോലെ നിങ്ങൾ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് ബാറ്ററി ചാർജും അതുപോലെ തന്നെ മൊബൈൽ ഡാറ്റയും ഒരുപാട് ലാഭിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.